CPIയുടെ പേര് പറയുന്നില്ലെങ്കിലും ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഫേസ്ബുക്കിലൂടെയുള്ള EP ജയരാജന്റെ വിമർശനം. തോളിലിരുന്ന് ചെവിതിരുന്ന മാനസികാവസ്ഥ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇടതുപക്ഷത്ത് നിൽക്കുകയും വലതുപക്ഷത്തിന് സേവനം ചെയ്യുകയും ചെയ്യുന്നവരാണ് SFIയെ കരിവാരിത്തേക്കുന്നത്. കോളേജ് സമരത്തെ സർക്കാർ വിരുദ്ധ കലാപമാക്കി അതിന് ഇടതുമുഖം നൽകാനുള്ള ശ്രമം രാഷ്ട്രീയ ജീർണതയാണ്. വാചക വിരുന്നിലൂടെ ജീർണതയെ ന്യായീകരിക്കുന്നത് അപഹാസ്യമാണെന്നും ജയരാജൻ വിമർശിച്ചു. ലോ അക്കാദമിക്ക് ഭൂമി കൊടുത്തവർ ആരാണെന്ന് പുറത്തു വരുമ്പോൾ അതിന് പ്രായച്ചിത്തമായി SFIയുടെയും DYFIയുടെയും മെക്കിട്ട് കയറുന്നത് രാഷ്ട്രീയ മര്യാദയുമല്ല, സാമാന്യ മര്യാദയുമല്ല. റവന്യൂ ഭൂമി വധിച്ചെടുത്ത് കെട്ടിടം കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്നവർ നാട്ടിലുണ്ടെന്നും അവർക്ക് പരിരക്ഷ കൊടുക്കുന്നത് ആരാണെന്ന് ഓർത്താൽ നല്ലതെന്നും പറഞ്ഞ് CPIയുടെ മൂന്നാർ പാർട്ടി ഓഫീസിന് നേരെയും ജയരാജൻ വിരൽ ചൂണ്ടുന്നു. രാഷ്ട്രീയ ശ്രദ്ധ നേടാനുള്ള അഭ്യാസങ്ങൾ അതിരുവിടുന്നത് അപലപനീയമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും വലതുപക്ഷത്തിന് സഹായം നൽകുകയും ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കലാണെന്നും ജയരാജൻ പറയുന്നു. ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ചില്ലറയാളുകളും പിരിഞ്ഞു പോകുമെന്ന മുന്നറിയിപ്പോടെയാണ് ജയരാജന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്താണ്, ഏതെന്താണ്, കാഴ്ചപ്പാടെന്താണ്. അതേപ്പറ്റി CPIക്ക് നല്ല വ്യക്തതയുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ 4 വരയ്ക്കകത്തല്ലാതെ മറ്റൊന്നും CPIക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞങ്ങളുടെ ഉറച്ച നിലപാടതാണ്. ആ നിലപാട് നിന്നുകൊണ്ട് CPI-CPM ബന്ധങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ബന്ധങ്ങൾക്ക് അടിസ്ഥാനം CPIയുടെയും CPMന്റെയും ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. ആ ഇടതുപക്ഷ കാഴ്ചപ്പാടിനകത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, ഇതിനകത്തെല്ലാം അന്യായം കാണിക്കുന്ന മാനേജ്മെന്റുകളോ അല്ലെങ്കിൽ വലിയ സമ്പന്നന്മാരോ അവരുടെ പിത്തലാട്ടങ്ങൾ, അവയ്ക്കെല്ലാം എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കാനുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൗലികമായ ധർമ്മമാണ്.